പക്ഷെ അനുമോള് ജയിച്ച ആ ഒരു മൊമെന്റിനോട് ലാലേട്ടൻ ആ സമയത്ത് എടുത്ത ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ വലിച്ചഴിക്കപ്പെട്ട് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വിന്നറാന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി, മറ്റുള്ളവർക്ക് എന്തായാലും ആയിക്കോട്ടെ, എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. അനുമോൾസ് ടാലന്റ് ഓർ PR പവർ, അതാണ് ഇപ്പൊ എല്ലാവരും ഓരോ തട്ടിൽ വെച്ച് നടക്കുന്നത്. അനുമോൾക്ക് വന്ന പ്രശ്നം എന്താണെന്ന് അറിയോ? അനുമോൾ PR എടുത്തു, ഗുഡ്, വെൽ ആൻഡ് ഗുഡ്, ഒരു പ്രശ്നമില്ല. ഇതിന് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത് അനുമോളുടെ PR ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനും സാഗറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ഇത് പച്ചക്ക് ഞാൻ തുറന്നു പറയാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാതിന്റെ എക്സ്ട്രീം വേഴ്സ് സിറ്റുവേഷൻ ആണ് മസ്താനി അനുഭവിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ അധ്വാനത്തെ പരിഹസിക്കുകയാണ്. അപ്പൊ ഈ ഇത്രമാത്രം പുള്ളിങ് നേരിട്ട് എന്ന് പറയുമ്പോ അവനവന്റെ സ്വഭാവം കയ്യിലിരിപ്പും കൂടെ കാരണമാണ് ഇത് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ വ്യക്തിത്വം, സ്വന്തം ജീവിതം എങ്ങോട്ട് പോണ ഒരു പർപ്പസ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ കഴുതയുടെ കഥ പറഞ്ഞ പോലെയാ. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കഴുതയുടെ കഥ പറയും. അല്ല, ഞാൻ കഴുതയുടെ വേദന ഊതിട്ട് കാര്യമില്ല. അതന്നെ വലിയ പ്രിപ്പറേഷന് കൊണ്ടൊന്നും ചെന്ന് നമുക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് കൊണ്ട് ജീവിതം ഗംഭീരാക്കാന്ന് വിചാരിക്കരുത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ് ആൻ ഓപ്പൺ ഇന്ററാക്റ്റീവ് സീരീസ്. ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എൻ്റെ കൂടെ ഉള്ളത് ഹനാൻ, മനീഷ ചേച്ചി, രഞ്ജിത്തേട്ടൻ, ഹേദി സാദിയ ആൻഡ് അഭിഷേക് ഷിനോയ്. വെൽക്കം ടു ദ ഷോ. സോ നിങ്ങളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇൻഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബിഗ് ബോസ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ ഫോളോ ചെയ്യുന്ന ആളോ ആയിരിക്കും അല്ലേ? അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു, നമുക്കറിയാം ഏകദേശം ഒരു മാസം ആവാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോഴും ബിഗ് ബോസിന്റെ ഗെയിം പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഓണവും ക്രിസ്മസും ഒക്കെ ഒരു വർഷം, ഓണം കഴിഞ്ഞാലും ഒരു വർഷം നീണ്ട് ഈ ഓണം ആഘോഷ പരിപാടി നടക്കും എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത സീസൺ ആരംഭിക്കുകയാണ്. അതുവരെ ചൂടുള്ള ഡിസ്കഷൻ ആയിട്ട് അത് തുടരും. പിന്നെ ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ടന്റ്സ്. ആ ഡിസ്കഷൻ നമുക്കൊരു അടുത്ത വർഷത്തേക്ക് പോകുന്നത് മനസ്സിലാക്കാൻ ചേട്ടാ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ പുറത്ത് വന്നിട്ടും ഈ കണ്ടസ്റ്റൻസ് ഇപ്പോഴും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തുടക്കത്തിൽ ആദ്യം ഒരു കാര്യം ഞാൻ പറയുന്നത്, അതായത് നമ്മളിപ്പം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് ഗൗരവമായിട്ടുള്ള സാധാരണ ഇത് സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന കുറച്ച് നല്ല പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ പൊതുവെയുള്ള അഭിപ്രായം. പക്ഷേ ഇതിൽ വന്ന സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് പറയണം. കാരണം ഇപ്പം സീസൺ 7 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചർച്ച നീണ്ടു നിൽക്കുന്നത്. റീ എൻട്രി എന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കയറിയവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തുള്ള അവിടുത്തെ ബഹളം കണ്ടപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരത്തില്ല, 100 ദിവസം കൊണ്ട്. ഒരു 100 ദിവസം എറണാകുളത്ത് വല്ലതും നടത്തേണ്ടി വരും സീസൺ 7+ എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു അവിടെ കണ്ടത്. കാരണം ഇത് ഒരിക്കലും തീരില്ലേ എന്നാണ്. അതിന്റെ പുറത്ത് അലകലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നൊന്നും പറയാനില്ല. അല്ല, ഇതിലൊക്കെ കുറച്ച് പക്വതയില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാല് കണ്ടസ്റ്റൻസിന്റെ ഒബ്വിയസ്ലി കണ്ടസ്റ്റൻസിന്റെ ആണ്, അല്ലാതെ ഇത് ജനങ്ങൾ ഉണ്ടാക്കുന്നതല്ലല്ലോ. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കാം. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയരുത് എന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ. പറയാവുന്നതിന്റെ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. എന്തിനും ഇപ്പൊ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിഭീകരമായ ഒരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. എനിക്ക് കോൺഫിഡൻസ് വേണം, പക്ഷെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോൾ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്തിനോടും പ്രതികരിക്കാം, എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തും സംസാരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ആരും ഒരു മനുഷ്യനും എടുക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരിയാണ് ഞാൻ. എനിക്ക് വിയോജിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അതിനോട് പറയേണ്ടത് മാത്രം സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ചുറ്റുപാടുമാണ് വളരുക. എല്ലാത്തിനോടും പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കൊരു സമാധാനമായി എന്ന് നമ്മൾ വിചാരിക്കും. അത് തെറ്റാണ്. സമാധാനം, അതായത് നെഗറ്റീവിനെ ആകർഷിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് മുഴുവൻ പ്രശ്നരൂക്ഷമായ ഒരു ജീവിതമായി മാറും. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു
ഗുണവും ദോഷവും ഇതിനകത്തുണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത് വളരെ ഈസിയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. മുമ്പ് നമ്മളൊക്കെ ടെലിവിഷൻ ചാനലിലൂടെ വരുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്താൻ കുറെ സമയം എടുക്കും. സമയം എടുക്കുന്ന മാത്രമല്ല അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള അത് വളരെ എന്താ സെൻസർ ചെയ്തെന്ന് പറയുന്നത് പോലെ തന്നെ വളരെ കൃത്യമായി നമ്മുടെ സംസാരിച്ച വിഷയം പ്രകാരം കണ്ടസ്റ്റൻസ് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ തീരാത്തതെന്നുള്ളതായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം അവരുടെ ഇമോഷൻസ് പേഴ്സണലി എടുക്കുന്നോണ്ടാണ് ആ പ്രശ്നം. ഷോ നടക്കുന്ന സമയത്ത് എന്താ പറയാ ടാസ്ക് അനുസരിച്ച് കണ്ടസ്റ്റൻസിന് പല ഫീലിങ്സ് വരും. അത് അന്നേരം പ്രകടിപ്പിച്ച് ആ പ്രശ്നം അവിടെ തീർക്കണം. പിന്നീട് അത് മനസ്സിൽ വെച്ച് പെരുകി അപ്പോഴാണ് ഈ റീ എൻട്രി ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇപ്രാവശ്യത്തേക്ക് റീ എൻട്രിയിലൊക്കെ ഭയങ്കര വഴക്ക് നടന്നിട്ടുള്ളത്. അപ്പൊ അത് ഈ റീ എൻട്രി എന്ന് പറയുന്നത് ഒരു സീസണിൽ സംഭവിച്ചതല്ല. ഇപ്പൊ ഞങ്ങളുടെ സീസണിലും റീ എൻട്രി ഉണ്ടായിരുന്നു. എത്ര സന്തോഷത്തോടു കൂടി അങ്ങോട്ടും റീ എൻട്രിയുടെ കാര്യം പറയുന്നത്. ഈ പ്രീ എൻട്രിക്കാർ എന്തെങ്കിലും സംസാരിക്കട്ടെ. അതെ അതെ. അപ്പൊ ഹെയ്തി, ആക്ച്വലി താങ്കളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. സോ എന്നുള്ള രീതിയിൽ ഈ ബിഗ് ബോസിന് ശേഷം വരുന്ന ചർച്ചകൾ, ബിഗ് ബോസിനുള്ളിലുള്ള ചർച്ചകൾ ഇപ്പൊ ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പുറത്ത് വരുന്ന ഈ ചർച്ചകൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും സമൂഹത്തിന് ഒരല്പം ഹേറ്റ്രഡ് സ്പ്രെഡ് ആവുന്നില്ലേ? എനിക്ക് കുറെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. എസ്പെഷ്യലി ഈ ബിഗ് ബോസിൽ കയറിയ ആൾക്കാര് കയറി ഇറങ്ങി കഴിയുമ്പോൾ അവർ വേറെ തന്നെ ഒരു വേൾഡിലേക്കാ തിരിച്ചു വരുന്ന ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ എന്താ അതിനകത്ത് നിൽക്കുന്ന ഒരു ഗ്ലാം ആൻഡ് ഗ്ലിറ്റ്സ് കിട്ടുന്നുണ്ടല്ലോ, അത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് കിട്ടുമോ എന്ന ആൻസൈറ്റി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന ആൻസൈറ്റി പലർക്കും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മളുടെ സോഷ്യൽ ഇമേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനെ എത്രത്തോളം വാല്യൂ ചെയ്യണം നമ്മൾ ഓരോ മനുഷ്യരും എന്നുള്ളത് ഇത്തവണത്തെ സീസണിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തവണ മസ്താനി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. മസ്താനി ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ പ്ലേ അത്ര ഫെയർ പ്ലേ ഒന്നും ആയിരുന്നില്ല. പക്ഷെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. ഈ പറഞ്ഞ ഞാനും മസ്താനിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മസ്താനി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും സൈബർ ബുള്ളിങ് ഒന്നും നേരിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലാണ് സൊസൈറ്റി ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് അയ്യോ ഇത്രയും ക്രിറ്റിസിസംസ് ഒന്നും വരേണ്ട. ക്രിറ്റിസിസം, ഹെൽത്തി ക്രിറ്റിസിസം ഓക്കെ, അത് ബിഗ് ബോസ് ഹൗസിൽ അവിടെ തീർന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് റീ എൻട്രി നടത്തിയ സമയത്ത് കിടന്ന് കരയാണ്. കൂടെ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി, ജീവിതം പോയി, തൊഴിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫാണ് അവിടെ നശിക്കുന്നത്. അത് ഭയങ്കര എമ്പത്തി തോന്നേണ്ട ഒരു കാര്യമാണ്. എന്നിട്ടും പല കണ്ടസ്റ്റൻസിനും അതിനോട് എമ്പത്തൈസ് ചെയ്യാനോ ആ വ്യക്തിയെ വെറുതെ വിടാനോ തോന്നുന്നില്ല. അത് കാണുമ്പോൾ ഭയങ്കര പത്തറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിനകത്ത് കാണിക്കുന്ന ഗെയിം എന്തോ ആവട്ടെ, അത് ഗെയിമിന്റെ ഇറ്റ്സ് പാർട്ട് ഓഫ് ഗെയിം. അത് 100 ഡേയ്സിൽ നിർത്തണം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ നടത്തുന്ന ഫൈറ്റ് അതിന്റെ ആവശ്യമില്ല. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബിഗ് ബോസ് കാണാറില്ല, ഷോ കാണാറില്ല, ഇഷ്ടമില്ല, കാണാറില്ല. നമ്മളാക്കിയ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി, എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തന്നിട്ടുള്ള ഒരു ഷോ ആണത്. അപ്പൊ അറ്റ്ലീസ്റ്റ് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ? 100%. പല കണ്ടസ്റ്റൻസും പറയുന്ന കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല, ഞാൻ കാണാറില്ല. ഉൾപ്പെടെ അല്ല, ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പല സമയത്ത് എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കാണാറില്ല. അല്ല, അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാനുള്ള ഒരു പേടിയും കൂടെ കൊണ്ടായിരിക്കും. അതൊരു കാര്യമുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇതില് എന്റെ പേഴ്സണൽ ഒരു കാര്യം പറയാം. ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല അതിന് ശേഷം. കാരണം എന്താ വെച്ചാല് ഒരു ട്രോമ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്നെ സംബന്ധിച്ച് ആസ് എ കണ്ടസ്റ്റന്റ് ഞാൻ അവിടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അതിനകത്ത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഗതി. അതിൽ മെന്റലി നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ എന്താ പറയാ അഭിപ്രായങ്ങൾ, അതിൽ ശക്തിയുണ്ടോ, തീയുണ്ടോ, അല്ല, ഇതൊക്കെ നോക്കിയിട്ടാണ്. അല്ലാണ്ട് അവിടെ ഇടി കൂടുന്നതും അടി കൂടുന്നതും ഫിസിക്കൽ ടാസ്ക് മാത്രമല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നിട്ട് 36ാമത്തെ ദിവസം ഞാൻ എന്നെ അതിനകത്തുനിന്ന് പുറത്താക്കി. ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളുണ്ട്. അവിടുന്ന് എനിക്ക് നഷ്ടപ്പെട്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. മനീഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് മാത്രമല്ല, ഒരു മനുഷ്യന് നഷ്ടപ്പെട്ട, ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. 1 ഇയറോളം ഞാൻ അതിൻ്റെ ട്രോമയിലൂടെ കടന്നു പോയതാണ്. എനിക്ക് ഷുഗർ പിടിച്ചു, 10-18 കിലോയോളം എനിക്ക് കുറഞ്ഞു. ഇതൊക്കെ അവിടെ നിങ്ങോട് വന്നിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളാണ്. അതുകൊണ്ടും കൂടി ചിലപ്പോൾ നമുക്ക്
ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും കാണാറുണ്ടോ? ഇല്ല, ഞാൻ കാണാറില്ല. ഞാൻ അതിന്റെ റീൽസ് ഈ മറ്റേ ഇൻസ്റ്റയിലും അങ്ങനെ വരുന്നത് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഓ ഇല്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് എന്റെ മനസ്സിൽ ഇവരോടൊക്കെയുള്ള ഒരു പിക്ചർ ഉണ്ട്, അതെനിക്ക് പോണം എന്നെനിക്ക് താല്പര്യമില്ല. അത് സീസൺ കാണേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ട് ഒരു വർഷക്കാലം എല്ലാവരും അതെ 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 എല്ലാരും എന്റെ വീട്ടില് അതായത് എല്ലാരും പറയും മറ്റൊരു ബിഗ് ബോസ് വീടാണ് എന്റെ വീട്. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ സീസൺ 7 കഴിഞ്ഞതിന് ശേഷം ആരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നല്ല ബന്ധമാണ്. ഒരു രീതിയിലൊരു സമാധാനം ഇനീഷ്യലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ എപ്പോഴും കാണലില്ല. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. കഴിഞ്ഞ മുന്നത്തെ മാസമാണ് ഒരുമിച്ച് ടൂർ പോയത്, വണ്ടർലാ ടൂറ്. ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ ഇപ്പോഴും നല്ല സൗകര്യത്തിലാണ്. അസോസിയേഷൻ അങ്ങനെ ഒക്കെ ഉണ്ട്. അസോസിയേഷൻ ഉണ്ട്. അഭിഷേക്, താങ്കൾ ഒരുപക്ഷെ ബിഗ് ബോസിനെ പുറത്തു നിന്നായിരിക്കും വീക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ, ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ലൈവ് വഴിയും അല്ലാന്നുണ്ടെങ്കിൽ എപ്പിസോഡ് വഴിയൊക്കെ പുറത്ത് കാണുന്നുണ്ട്. സോ ആസ് എൻ ഓഡിയൻസ് താങ്കൾ ഈ ഒരു ഫൈറ്റ് ആഫ്റ്റർ ബിഗ് ബോസ് ഇതിനെ എങ്ങനെ നോക്കി കാണുന്നത്? അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഈ സീസണിൽ ഉണ്ടായതല്ല, എല്ലാ സീസണിലും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഫൈറ്റ് കണ്ടിന്യൂ ആവുന്നതാണ്. സോ എൻ്റെ പെർസ്പെക്റ്റീവില് ബിഗ് ബോസ് അവിടെ നടക്കുമ്പോൾ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഫൈറ്റിനേക്കാൾ ഗംഭീരമായ ഫൈറ്റാണ് ഫാൻ ഫൈറ്റുകൾ. ഓരോ കണ്ടസ്റ്റൻസിനും അവരുടേതായ ഫാൻസ് ഉണ്ട് പുറത്ത്, അവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്പോർ ഉണ്ടാവാറുണ്ട്. സോ അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്, അതാണ് TRPയും കയറ്റുന്നത്. സോ ഓൾ ഓഫ് എ സഡൻ 100 ദിവസത്തിന് ശേഷം കണ്ടസ്റ്റൻസ് എല്ലാം പിരിഞ്ഞു പോയി. ഫാൻസ് എന്ത് ചെയ്യും? അവർക്ക് ആ ഒരു ഇതുണ്ടാവും, ത്വര ഉണ്ടാവും, ഇനി ഫൈറ്റ് ഇവിടെ എന്ത് ചെയ്യും? സോ അതിന് ശേഷം വരുന്ന കാര്യം, അതിനുള്ളിൽ നടന്ന കാര്യങ്ങളോ അതിന് ശേഷം നടന്ന കാര്യങ്ങളോ ഇവർ പിന്നെയും ചർച്ച ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ആ വാസ്റ്റ് ആയിട്ടുള്ള ഒരു റീച്ച് എന്ന് വെച്ചാൽ ഒരാള് ഒരു കോൺട്രവേഴ്സി എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് കത്തിച്ചാൽ മതി, ഹോൾ സോഷ്യൽ മീഡിയ അത് കോപ്പി ചെയ്യും. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതിടും. ആൻഡ് അതിനെ ചൊല്ലി ഓക്കെ ഈ സാധനം വൈറലാണ്, ട്രെൻഡിങ് ആണെന്ന് പറയുമ്പോൾ പുതിയ ആൾക്കാർ വന്ന് അതിനുള്ള അഭിപ്രായം കൊടുക്കും. ചിലത് ജെന്യൂൻ ആയിട്ടുള്ളതായിരിക്കും, ചിലത് റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂ കിട്ടാൻ വേണ്ടി ആൾക്കാർ ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയും ജസ്റ്റ് തല കാണിക്കുക, റീച്ച് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ മനുഷ്യ ചേച്ചിയും ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റിവിറ്റി എന്ന്. ബട്ട് നമുക്ക് മനസ്സിലാക്കണം, നെഗറ്റിവിറ്റി ശരിയാണ്, അത് റോങ് ആണ്. ബട്ട് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നെഗറ്റീവ് മാത്രമാണ് മുമ്പോട്ട് പോകുന്നത്. 100%. അപ്പൊ മേ ബി ഒരു വ്യക്തി നന്നായിരിക്കാം, നല്ല വ്യക്തിയായിരിക്കാം, പക്ഷെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടണമെങ്കിൽ അയാൾക്ക് നല്ല കോണ്ടന്റ് അല്ല, അതിനോടൊപ്പം ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് ചെയ്താൽ മാത്രമേ കത്തി കയറുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മേ ബി എന്താ നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ആദ്യം നെഗറ്റിവിറ്റിയിലേക്ക് പോകും, അതിനുശേഷം ഒരു ക്ലെൻസിങ് നടത്തിയവര് ഓക്കെ ഞാൻ പവിത്രനാണ്, ശുദ്ധനാണ്. അവർക്ക് സ്വന്തം ടാലന്റിൽ വിശ്വാസം ഇല്ലാത്തോണ്ടായിരിക്കില്ലേ ആ ഒരു ക്യാരക്ടർ പോർട്രേയിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സീസണിലെ ചില കണ്ടസ്റ്റൻസ് തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഈ സീസണിൽ എൻട്രി കണ്ടസ്റ്റൻസ് ഉണ്ട്. എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ടാലന്റിൽ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അവരുടെ ടാലന്റിനെ മാത്രം നമുക്ക് പറയാൻ പറ്റൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പോസിറ്റീവ് ആയിട്ടൊരു കണ്ടന്റ് വരും, നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഏതായിരിക്കും പോയി കാണുന്നത്. അത് മാത്രമല്ല, ഹനാൻ ഷാ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ട്, നെഗറ്റീവ്സ് ഉണ്ടാക്കിയോണ്ടല്ല അദ്ദേഹം ഇവിടെ കത്തി കയറി നിൽക്കുന്നത്. അദ്ദേഹം പാട്ട് പാടാൻ വരുമ്പോ എത്ര ഒരു ജനത്തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു വിസ്മയാണ് നമ്മുടെ കണ്ണുകളിൽ വരിക. അപ്പൊ അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ടാലന്റ് അവിടെ കാണിച്ചുകൊണ്ടാണ് പബ്ലിക്കിൽ അത്രയും ഫെയിം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ക്ലെയിം ചെയ്യും, ഈ ഒരു നെഗറ്റീവ് റീച്ച് കൊണ്ട് എന്താ പറയാ നല്ല പോപ്പുലർ ആവാന്ന് ചിന്തിക്കുന്ന ആളുകള് അതാണ് എക്സിസ്റ്റൻസി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി അന്നുണ്ട് ഇന്നുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാര് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്യും. ഇനീഷ്യലി ഒരു പുഷ്, അതും ഞാൻ ബിഗ് ബോസിൽ കയറുന്ന കാര്യമല്ല പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടി അതിലൂടെ ഒരു ഉപജീവന മാർഗം തേടാൻ വേണ്ടി. അതിപ്പോ ബിഗ് ബോസ് മാത്രമല്ലല്ലോ, ഇനീഷ്യലി പുഷ് കൊടുക്കുന്നതും അത് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കാര്യമല്ല, എപ്പോഴും ആ ഒരു നെഗറ്റീവ് സൈഡാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ 100 നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിരിക്കും ആളുകള് കൂടുതലായിട്ട്. ഇതിൽ തന്നെയുണ്ട് ആൻസർ. 100 നല്ല കാര്യം ചെയ്തു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല, ഒരു നെഗറ്റീവ് ചെയ്തു, ബൂം. അതെ, അതാണ് ഇവർ യൂസ് ചെയ്യുന്നത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി. നിങ്ങൾ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു പോസ്റ്റിട്ടോ മറ്റേ എന്തെങ്കിലും ഒരു നമ്മളെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ എല്ലാം വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ ഒരു 10 കമന്റ് 20 കമന്റ് കാണും. പക്ഷെ അതിന്റെ ഇടയിൽ ഇവൻ ഏതാ ഊള എന്ന് പറയുമ്പോ നമ്മൾ അവനെ അന്വേഷിക്കണം. നമ്മളൊരു പാട്ടിടുമ്പോ, അതായത് ഞാനൊരു പാട്ട് പാടി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ താഴെ
ഇവളെന്തിനാ പല്ലിട്ട് ഇങ്ങനെ കാണിക്കുന്ന, അങ്ങനെ പാട്ട് പാട്ട് കേട്ടാ കേട്ടാ പോരെ. അതെ. പിന്നെ ഒരു ഹൈപ്പിച്ച പാട്ട് പാടുമ്പോ മുഖത്ത് സ്ട്രെയിൻ ഉണ്ടാവും, അല്ലാണ്ട് ജാനകി മാസ്ക് ഇട്ട് പാടാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. പാടുന്നതിന്റെ അവസ്ഥ നമുക്ക് അറിയാം. അതെ, അത് പാടി ഒപ്പിക്കണതിന്റെ കഷ്ടപ്പാട് നമുക്കേ അറിയൂ. പിന്നെ പണ്ട് ഇപ്പൊ നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സുപ്രസിദ്ധി ആണ് നമുക്ക്. ഇപ്പൊ കുപ്രസിദ്ധി. പണ്ട് കുപ്രസിദ്ധിയുള്ള ആൾക്കാർ തലയിൽ മുണ്ടിട്ടാണ് നടക്കണമെങ്കിൽ ഇപ്പൊ സുപ്രസിദ്ധിയുള്ള ആൾക്കാരാണ്. കാലം മാറി ആക്ച്വലി. ഇന്റർവ്യൂകളുണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂകളിലെല്ലാം നല്ല സുപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് നമ്മൾ കാണാം. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ണാപ്പി റീല് വൈറലായാൽ അവരും ഇന്റർവ്യൂല് ഉണ്ടാവുന്നുള്ളത്. അതായത് സെലിബ്രിറ്റി പരിവേഷം. പിന്നെ എല്ലാവരുടെ ജീവിതവും കണ്ടന്റ് ക്രിയേഷനായി മാറി. അതായത് വീട്ടിലുള്ള വീട്ടമ്മമാരടക്കം കുഞ്ഞു വാവകളെയൊക്കെ ഒരു കാലത്ത് നമ്മൾ പുറത്ത് കാണിക്കുന്നത് പോലും ഒരു മാസങ്ങൾ കഴിയുമ്പോഴാണ്. പക്ഷെ ഇന്നൊക്കെ പ്രസവം വരെയും ജനങ്ങളിലേക്ക് എത്തി. അതിന്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഒബ്വിയസ്ലി ഉണ്ടാവും. പൈസ ഉണ്ടാക്കുന്നുണ്ട്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. പണ്ട് എന്നെയൊക്കെ പ്രസവിച്ച എന്റെ അമ്മയ്ക്ക് ഒരുപക്ഷെ അമ്മയുടെ പ്രസവം കാരണം ഒരു 2 ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാന് പ്രസവിക്കുകയാണ്, അത് കണ്ടന്റ് ആക്കുകയാണെങ്കിൽ 2 കോടി രൂപ. പ്രസവമായി ഗവൺമെന്റ് ആശുപത്രിയിൽ പോകണമെങ്കിൽ എത്ര രൂപ കിട്ടും? അവിടെ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന ഇപ്പൊ ജെൻസി പിള്ളേർ, നമ്മള് ജെൻസിയുടെ തുടക്കക്കാരാണ്. പക്ഷെ എന്നാലും ഇപ്പം 2003, 4, 5 ജനിച്ചിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഈ ഇന്ന ആർട്ടിസ്റ്റിനെ അറിയോ, ഇന്ന ആർട്ടിസ്റ്റിനെ ഓർമ്മയുണ്ടോ, ഈ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു 2004, 5 അവർ ജനിച്ച കാലഘട്ടത്തിൽ ഒക്കെ പറയുന്ന സമയത്ത് അയ്യോ മിസ് ചെയ്ത് അറിയില്ല, ഇതെന്താ എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഇപ്പം എന്താണ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താ അറിയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അലിൻ ജോസ് പെരേരനെ അറിയാം, മറാഠനെ അറിയാം, വനിത വിനിത തിയേറ്റർ അറിയാം, അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ മാറി, കംപ്ലീറ്റ്ലി മാറി. അല്ല, അതിൽ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ രേണു സുധിയെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളത് പോലെ ഒബ്വിയസ്ലി എനിക്കും ഉണ്ടാവും അഭിപ്രായം. അപ്പൊ അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ്, നീ ഏതാണ്, നിന്നെ ബിഗ് ബോസിലല്ലേ ഞാൻ അറിയപ്പെടുന്നത്, 2 നാഷണൽ അവാർഡ്, ഒരു സ്റ്റേറ്റ് അവാർഡ് ഉള്ള ഒരു സിംഗറാണ് ഞാൻ. ഐ എം പ്രൗഡ്ലി സെയിങ് ദാറ്റ്. അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് എന്റെ തെറ്റല്ല, അത് അവരുടെ തെറ്റാണ്. മനസ്സിലായോ? അപ്പോ ഇവര് രേണുസുധീനെ മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയാണ് കമ്പാരിസൺ ചെയ്യുന്നത്. രേണുസുധി ഒട്ടും ചെറുതല്ല, ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള എല്ലാ വാല്യൂ ഉണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി എലിജിബിൾ ആയിട്ടുള്ള ഒരാളെ ഇരുത്തി രേണുസുധി കുറച്ചും കൂടിയും കണ്ടന്റ്സ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് ബിഗ് ബോസിലേക്ക് വന്നാൽ മതിയായിരുന്നു. പിന്നെ കേരളത്തിലെ ആദ്യത്തെ വിധവയല്ല രേണുസുധി. ഇത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായോ? കേരളത്തിലെ വിധവാ സങ്കല്പങ്ങളെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. 100% കാരണം വിധവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന്, അതായത് ചിതയിൽ ചാടി സതി എന്നൊരു ആചാരം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത്, അതിനുവേണ്ടി സമരം ചെയ്തിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്ന രാജ്യത്ത് വിധവ എന്ന് പറയുമ്പോ അന്നത്തെ സാമൂഹിക അന്തരീക്ഷം അതായിരുന്നു. സാമൂഹിക അന്തരീക്ഷം അതായിരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളെ ഇപ്പൊ എന്റെ മക്കള് പട്ടിണി കിടക്കുമ്പോ ഞാൻ വീട്ടിലിരുന്നോളാം, നാട്ടുകാർ തരണം എന്നുള്ള വാക്കുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ നാട്ടുകാരുടെ അനുവാദം ചോദിച്ചിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങള് ജനിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് രേണുസുധി ഇപ്പൊ ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ചില അഭിപ്രായങ്ങൾ പറയുന്നതിനോടാണ് നമുക്ക് അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് ഇത് പറയണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാനും 10, 23, 22 വർഷത്തോളമായിട്ട് എന്റെ 2 കുട്ടികളെയും ഞാൻ ഡിവോഴ്സ്ഡ് ആയിരുന്നു. മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, ഡിവോഴ്സ്ഡ് ആയിരുന്നു. പക്ഷെ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതല്ല. ഒരു സ്ത്രീ ഏത് വഴിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ആ അനുഭവം എന്ന് പറയുന്നത് എനിക്കും ഈ പറഞ്ഞ വിധവകളായ പല ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കാം. ഒരു പക്ഷെ മരിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി തീരുന്നത് ഒരു ജീവിതം എന്ന് പറയുന്നത്. ഗെയിം ആഫ്റ്റർ ബിഗ് ബോസ് ആണോ, ഗെയിം ആഫ്റ്റർ ഡിവോഴ്സ് ആണോ, എന്താണ്? ഞാൻ വീണ്ടും ടോപ്പിക്കിനെ വേണ്ടി സംസാരിച്ചു വരുവായിരുന്നു. ഈ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? അതെ, കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സബ്ജക്റ്റ് വിട്ടുപോയതുകൊണ്ട് പറഞ്ഞു. നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയയിലും മറ്റേ കടന്ന് സതി വരെ എത്തി. രാജാറാം മോഹൻ റായ് ഒക്കെ കടന്നു വന്ന് ഇവിടെ. ഇപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് ഈ വർഷത്തെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സീസണിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വർഷത്തെ ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുമ്പോ
ഇപ്രാവശ്യത്തെ സീസൺ 7 വിന്നറിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കൂട്ടർക്കെങ്കിലും മടിയുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? രഞ്ജിത്തേണ്ടായിരിക്കും ചിലപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയുന്നത്. എനിക്കല്ല, ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ പറ്റിയിട്ടില്ല. അനുമോള് എനിക്കും ഇഷ്ടമാണ്. അനുമോള് വളരെ ഇഷ്ടമുള്ള തട്ടിമുട്ടിയിലും എന്റെ ഒക്കെ വളരെ പരിചയമുണ്ട്. പക്ഷെ അനുമോള് ജയിച്ച ആ ഒരു മൊമെന്റിനോട് ലാലേട്ടൻ ആ സമയത്ത് എടുത്ത ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം അല്ല, അതായത് ഞാൻ പറയും നമുക്കറിയാം അത്, പക്ഷെ ജനങ്ങൾ കാണുന്നത് ആങ്കറിനെയാണ്. നമ്മൾ ലാലേട്ടനല്ല, ഒരിക്കലും ലാലേട്ടനല്ല കുറ്റം പറയുന്നത്, പക്ഷെ ലാലേട്ടനാണ് അത് ആങ്കർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ, വോട്ടിങ്ങിന് കാണണ്ട, ഇത് എന്റെ അധികാര പരിധി കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അധികാര പരിധി വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യാണ് എന്ന് പറഞ്ഞ അവിടെ നമുക്കൊക്കെ ഒരു സത്യം പറഞ്ഞാൽ പെട്ടെന്നൊരു വിഷമമായി പോയി. അനുമോള് വളരെ സഹിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരാണോ വിന്നർ, പനീഷ് വിന്നർ ആവണോ, അനുമോള് വിന്നർ, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ഒരു മൊമെന്റ് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിന്നർ ആവാന്ന് പറയുമ്പോ വിന്നർ ക്വാളിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ലീഡ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താ ചിന്തിക്കുക, ആദ്യം എനിക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയാണെങ്കിൽ ആദ്യം ബിഗ് ബോസിന്റെ പ്രോഗ്രാം ക്വാളിറ്റിയെ കുറിച്ച് പറ. എന്ത് സന്ദേശം നൽകുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ്? ആ ഒരു ലീഡർഷിപ്പ് വിന്നർ ക്വാളിറ്റി നോക്കുമ്പോ എന്താ പറയാ, നമ്മള് കാണുമ്പോ എന്താ അനുമോള് പുതപ്പിന്റെ അടിയിൽ അവിഹിത എത്ര നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ വലിച്ചഴിക്കപ്പെട്ട് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റർ ആയിട്ടുള്ള ഒരാള് വിന്നറാന്ന് പറയുമ്പോ എനിക്ക് പേഴ്സണലി മാനിപ്പുലേഷനിൽ വീണു പോകും. കാരണം ഇനിഷ്യലി ഞാൻ അനുമോളിൽ ആദില നൂറയുടെ ഫ്രണ്ട്ഷിപ്പിനെ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേ അനുമോളെ എനിക്ക് ഇനിഷ്യലി ഒന്നും ഇഷ്ടമേ ഇല്ലായിരുന്നു. പിന്നെ പോകെ കാരണം ഗിസൈലിനായിട്ടുള്ള ആ ഒരു അടിയിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നില്ല ആളുടെ ഒരു പ്ലേ. അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ വോട്ട് ചെയ്തിരുന്നില്ല, ഞാൻ ചെയ്തിരുന്ന മൊത്തം നൂറൊക്കെ ആയിരുന്നു. അപ്പം അല്ല, അല്ല, എന്നെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ ഹോട്ട്സ്റ്റാറൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്നു. പിന്നെ ആർക്ക് വോട്ട് ചെയ്യും? അങ്ങനെയല്ല. അപ്പൊ നൂറൊക്കെയാണ് ഞാൻ ആ ലാസ്റ്റ് ഫൈനൽ ഇതിൽ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നോക്കുമ്പോൾ ഒരു ദിവസം അനുമോളുടെ ഒരു വീഡിയോ കാണുന്നു, എൻ്റെ അച്ഛൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്, എൻ്റെ വീട്ടിൽ പണമില്ല, എനിക്ക് പൈസ ഇല്ല, ഞാൻ ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്ന് ഉന്നമനത്തിലെത്തിയ കുട്ടിയാണ്, ഉന്നതിയിലെത്തിയ കുട്ടി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ഞാനിരുന്ന് കരയുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇരുന്ന് ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ പറയുന്നത് കേട്ട് കരയുന്നത്? അപ്പോൾ ഞാൻ അയ്യോ പാവല്ലേ, ഹോട്ട്സ്റ്റാർ എടുക്കുന്നു, ഉടനെ വോട്ട് ചെയ്യുന്നു. ഇല്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അറിയണം 16 ലക്ഷം കൊടുത്തിട്ടാണ് അനുമോള് PR ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു, 16 ലക്ഷം കൊടുത്ത ആൾക്ക് ഇത്രയും കഷ്ടപ്പെടണം. പിന്നെ ഞാൻ ആ പൈസക്കാർക്കൊക്കെ എന്തോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ 16 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് വാങ്ങിച്ച ആളോ കൊടുത്ത ആളോ അല്ല, നമുക്കതറിയില്ല. അല്ല, അതിനെ കുറിച്ച് എനിക്കും അഭിപ്രായമില്ല. കാരണം വെച്ചാൽ ഒരു കാര്യം പറയട്ടെ, സീസൺ 7 തുടങ്ങിയ സമയത്ത് ലാലേട്ടൻ ഒരു പ്രൊമോയില് പറയുന്നുണ്ട്, കരച്ചിൽ കാർഡ് ഇറക്കരുത്, ഇവിടെ പല കാർഡുകളും വരും, ആ കാർഡുകളൊക്കെ എറിഞ്ഞാൽ ഞാൻ തോൽപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞ മാസ് ഡയലോഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാവിധ കാർഡുകളും ഏറ്റവും കൂടുതൽ എടുത്ത ഒരാൾക്ക് വിന്നറായിട്ട് കൊടുക്കുന്നത് കരച്ചിൽ കാർഡിന് 4 കിലോമീറ്റർ അപ്പുറം നടന്ന പ്രശ്നത്തിന് കാര്യം. അല്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം, എക്സ്ട്രീം എടുത്തിട്ടുള്ള ആളാണ് ഇവിടെ വിന്നർ. ഒരു കാര്യം ജസ്റ്റ് ആഡ് ചെയ്യാൻ പറയുവാണ്. ഇപ്പൊ ബിഗ് ബോസില് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പലതരത്തില് ഈ നമ്മുടെ പല സമൂഹത്തിന്റെ പല തട്ടിൽ നിൽക്കുന്ന പല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ എല്ലാരെയും ഒരു തട്ടിൽ കൊണ്ടുവന്ന് ജീവിപ്പിക്കുന്നു. ഇവർക്ക് ഔട്ടർ വേൾഡുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകളും ഗെയിംസും ആയിക്കോട്ടെ അത്രയും അധികം ഇവരെ മെന്റൽ ഗെയിംസ് തന്നെയാണ്. സോ നമ്മൾ ഒരേ പ്രഷറുള്ള കുറെ ആൾക്കാരാണ്. സോ ഒന്നിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത ആൾക്കാരാണ് ഈ കൊണ്ടിട്ടിരിക്കുന്നത്. അതെ, ഓഫ്കോഴ്സ് മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോ കരയും, നമുക്ക് ചിലപ്പോ ദേഷ്യം വരും, നമ്മുടെ വേസ്റ്റ് ഒരു സൈഡ് പുറത്തു വരും. എന്നെ കരച്ചിലുള്ളി എന്ന് വിളിച്ച് ആൾക്കാർ ഇതൊക്കെ ഉണ്ടായി. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ലാലേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. കരഞ്ഞാൽ ഞാൻ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ദേഷ്യപ്പെട്ട ഞാൻ നല്ല തീ പോലെ ദേഷ്യപ്പെടും. കരഞ്ഞാൽ ഞാൻ അതുപോലെ കിടന്ന് കരയും. ചിരിക്കുമ്പോ അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യും. ഞാൻ ഇമോഷൻസ് എന്തിനാണ്? നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് ഇമോഷൻസ്. അല്ലാണ്ട് കരച്ചിൽ
ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അത് നമ്മൾ എത്ര നേരം അതുപോലെയാണെങ്കിലോ അനുമോള് ഞാനൊരു കാര്യം ഞാൻ പറയാം, അനുമോള് എന്ന് പറയുന്ന വ്യക്തി അവിടെ സഹിച്ചതിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയോട് എനിക്ക് സഹതാപമുണ്ട്. കാരണം അത്രയും എല്ലാരും കൂടെ ഒന്നിച്ചിട്ട് ഒരുപാട് കരഞ്ഞതിലൊന്നും തെറ്റില്ലല്ലോ. തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആക്ച്വലി റീ എൻട്രി നടത്തിയ സമയത്ത് നിങ്ങൾ റീ എൻട്രി നടത്തിയവര് അനുമോൾക്ക് എഗെയിൻസ്റ്റ് പ്ലേ ചെയ്യാനാണോ നിന്നത്, അതോ അനുമോളെ വിജയിപ്പിക്കണം എന്ന്? ഞാൻ ഇതിനെ കുറിച്ച് അനുമോളുടെ കാര്യം പറയണോ അതോ ബിഗ് ബോസിൽ ആളുകൾ എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല. ബിഗ് ബോസിൽ ഇവിടെ ആവുന്നതിന്റെ അവസ്ഥ എന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ എവിക്റ്റാക്കി പറഞ്ഞു വിടുവോ? അനുമോളുടെ കാര്യം പറയാം. അനുമോളുടെ കാര്യം പറയാം. അല്ല, നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? കുറെ നേരം കൊണ്ട് പറയുന്നത് നമ്മള് വിഷയത്തിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് അലി നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവരൊക്കെ ഇതിന്റെ ഓഡീഷനൊക്കെ പോയതാണെന്ന് പറഞ്ഞു പല ഘട്ടങ്ങളിലൂടെ. ശരിക്കും പറഞ്ഞാല് 4 കോടി മലയാളികളുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് 15-20 പേരെ അല്ലെങ്കിൽ 25 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഈ സീസൺ 7 കണ്ട 25 പേരാണോ കേരളത്തിന്റെ പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് അവിടെ എത്തുന്ന 16 പേരാണ്. അത്രയ്ക്ക് മോശം 25 പേരാണോ കേരളത്തിലുള്ളത്? കേരളത്തിന്റെ പ്രബുദ്ധ ജനതയിൽ 25 പേര് തെരഞ്ഞെടുത്തതെല്ലാം ഇത്രയ്ക്ക് മോശം ആളുകളാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസാണ് ഇത്. ഞാൻ അവിടെ പല പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്, ഇത്രയും ഓഡീഷന്റെ ഒരു പിണ്ണാക്കും ആവശ്യമില്ല. നിങ്ങൾ വൈറ്റിലെ ഹബ്ബിൽ പോയിട്ട് ഒരു 25 പേരെ തന്നെ നിങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരു പരിപാടി ഉണ്ട് 100 ദിവസത്തേക്ക് അവിടെ ഇച്ചിരി കാശ് തരാം എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് നടക്കും. യോജിക്കുന്നില്ല. ഞാനും യോജിക്കുന്നില്ല. എല്ലാ റെപ്രസെന്റേഷനും വേണമല്ലോ. നിങ്ങൾ എത്രത്തോളം അല്ല വൈറ്റിലെ ഹബ്ബിൽ വരുന്ന ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല, എല്ലാവരുടെയും റെപ്രസെന്റേഷൻ തന്നെ അവിടെ ഷോയാണ്. അവിടെ തെരഞ്ഞെടുക്കുന്നത് പലതരത്തിലുള്ള വ്യക്തിത്വം ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള ആളുകളാണ്. സ്റ്റോപ്പിൽ കേവലമായിട്ട് ചെന്ന് നിൽക്കുന്ന ഒരാൾക്കാരും തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കേവലമായിട്ടുള്ള ആൾക്കാരല്ല. അല്ല, ഞാൻ അത് മാനിപ്പുലേറ്റ് ചെയ്യണ്ട. ഇപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഇത് 10 ആൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് നടത്തേണ്ട ഒരു ഷോ അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഹനാൻ പോകുന്ന സീസണിനെക്കാട്ടിലും മുന്നത്തെ 2 സീസൺ മുതൽ ഹനാന്റെ പേര് അവിടെ ഇതില് പ്രഡിക്ഷൻ ലിസ്റ്റിൽ സീസൺ 2 മുതൽ എന്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരാറുണ്ട്. അപ്പൊ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവർക്ക് പോലും അതിനകത്തേക്ക് ഒരു എൻട്രി കിട്ടുന്നത് വളരെ ലക്കാണ്. ലക്ക് വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഈ ഹനാന് ഇപ്പൊ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇവിടെ സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട്. രഞ്ജിത്തായിട്ട് ഹനാന്റെ അടുത്താണ് സ്ക്രീൻ സ്പേസ് തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഹനാൻ അവിടെ 2 ദിവസം 3 ദിവസം കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഹെൽത്ത് ഇഷ്യൂ വന്നു. കഴിഞ്ഞ വർഷം പൂജ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂ വരുന്നത്, അങ്ങനെ അവിടെ സർവൈവ് ചെയ്ത് പോകുന്നത്, അതൊക്കെ ഒരു വലിയ ഒരു എന്താ പറയാ ഫാക്ടറാണ്. നമ്മളെ ഉള്ളിൽ ഒരു വാരിയർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇനി അൾട്ടിമേറ്റ് ബിഗ് ബോസിൽ ഇപ്പൊ ഈ കാസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛായ പോലെയാണ് ബിഗ് ബോസ്. ഞാനും അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കാം, പല പല സ്വഭാവമുള്ള, പല പല ഏജ് കാറ്റഗറിയിലുള്ള, പല പല കാറ്റഗറിയിലുള്ള പ്രൊഫഷൻസിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു. ആൻഡ് ഇവരെല്ലാവരും സിമിലർ ആണെങ്കിൽ അതിന്റെ അകത്തൊരു സ്പാർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മേ ബി ഓപ്പോസിറ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ ഇവർ കാസ്റ്റ് ചെയ്യുമായിരിക്കും. അതിന് പുറമെ മേ ബി ഇനീഷ്യലി ഒരു പുള്ളി കിട്ടാൻ സെലിബ്രിറ്റീസ് വേണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഷോ കാണില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു ഫാൻസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പുള്ളി കിട്ടാൻ വേണ്ടി അവരുടെ ഫാൻസ് ഒക്കെ വന്ന് ഓക്കെ നമുക്ക് കണ്ടു നോക്കാം, എന്റെ ഫാൻ അല്ലെങ്കിൽ എന്റെ ഐഡൽ ഉണ്ട്, അപ്പൊ നമുക്ക് കാണാന്ന് ചോദിച്ച് കണ്ടിരിക്കും. ബട്ട് അതിനുശേഷം കോണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ അമല ഷാജി എന്ന് പറയണ എപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരു പേരാണ്. അപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാല്യൂ എന്താന്നുള്ളതല്ല, നല്ല രീതിയിൽ തന്നെ അവര് റീലും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തു പോകും. പക്ഷെ അവർക്ക് 4 മില്യൺ എബോവ് ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ അവർക്കൊരു തമിഴ്നാട് ബേസ് ചെയ്യുന്ന വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനെ ചാനൽ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ അവരെന്തായിരിക്കും ചിന്തിക്കുക? ആ ഒരു വാല്യൂ. അപ്പൊ ആളുകളുടെ സപ്പോർട്ട് ഉള്ളവർ ഇതിൽ വേണം എന്നുള്ളതാണ് അവര്. ചാനലിനെ സംബന്ധിച്ചിടത്തോളം TRP ആണ് മാൻഡേറ്റ്. TRP എങ്ങനെ പോകുന്നു അതായിരിക്കും. ഇപ്പൊ മസ്താനിക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത്. അതേ ആ മസ്താനി എവിക്റ്റഡ് ആവുന്ന എപ്പിസോഡാണ് TRP കയറിയിട്ടുള്ളത്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഷോ നന്നാകുന്ന എന്നുള്ളതിനപ്പുറം ഷോ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിന്ത. അല്ല, പിന്നെ ബിഗ് ബോസിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് ആണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ സൊസൈറ്റി നന്നാക്കാനുള്ള ഒന്നും വേണ്ട, ഒന്നും അല്ല അതിനകത്ത്. സൊസൈറ്റിനെ നന്നാക്കാനുള്ള പ്രത്യേകിച്ച് അതിനകത്ത് അപൂർവം ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നാദിറയുടെ ഒക്കെ പോലെ ഫാമിലി അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ ഇപ്പൊ സൗഹൃദങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ നോറ അതില എന്ന് പറയുമ്പോ അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, ഇപ്പൊ അവർക്ക് അവരൊരു പേഴ്സണൽ ഇഷ്ടമാണ്. നമ്മളൊക്കെ മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, പേളിമാണ് ഞാൻ ശ്രീനീഷ് ലാൽ. അത് ഇപ്പോഴും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ പോകുന്നത്. കൂടുതലായിട്ട് നമ്മൾ പറയാച്ച അനീഷ ഷാനവാസ് ആയിട്ടുള്ള സൗഹൃദം കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്രാവശ്യം റീസെന്റ് നമുക്ക് നല്ല എന്താ പറയാ ഫാമിലി വാല്യൂസ് ഒക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസ്
കണ്ടസ്റ്റൻസിനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2 രീതിയിലൊരു പരിപാടി പിടിക്കാം. ഒന്നെന്ന് പറയുന്നത് അവരെങ്ങനെയാണോ എന്ന് പറയുന്ന ഒരു സാധനം ജെന്യുവൻ ആയിട്ട് ത്രൂ ഔട്ട് ദ ഷോ കൊണ്ടുപോകാം. 2 എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് ഈ സാധനം കൊടുത്തോണ്ടിരിക്കാം. ഈ ബിഗ് ബോസിലെ ഷോ നേരത്തെ അഭിഷേക് പറഞ്ഞ പോലെ ഞാനത് 100% യോജിക്കുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. ഏത് രീതിയിൽ ഒന്നെന്ന് പറയുന്നത് സൊസൈറ്റിയിലെ പല തട്ടിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് തരികയാണ്. 2 എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ നോക്കിയാൽ നമുക്കറിയാം സൊസൈറ്റിയുടെ തിങ്കിങ് എങ്ങനെയാണെന്ന്. മനസ്സിലായോ? ഒരുപക്ഷെ അതെ അതെ ഒരുപക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും വളരെ ടോക്സിക് ആയിട്ടൊരു മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാന്നുള്ളത്. കാരണം സൊസൈറ്റിക്ക് വേണ്ടത് ആ ടോക്സിസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോക്സിക് മസ്കുലാനിറ്റി ആയിരിക്കാം. ഇങ്ങനെ ഒരു തലവും കൂടി അതിനുണ്ട്. സോ ഈ വർഷം നമ്മൾ അനുമോളെയാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അനുമോളിനെ ഈ ഓഡിയൻസിന് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഈ സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളോടും ബാലൻസ് ചെയ്ത് പോകുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ഒരാളാണ്. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ജാസ്മിനെ ആരും തന്നെ അന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തുമാത്രം ഹെയ്റ്റ് ആ കുട്ടിക്ക് കിട്ടി? ആരെങ്കിലും അന്ന് സെലിബ്രേറ്റ് ചെയ്തോ? ഇല്ല. ഒരു പെൺകുട്ടി, അതും ഒരു പെൺകുട്ടി തന്നെയല്ലേ. ഇത്തവണത്തെ ഗിസേലിന്റെ ഡ്രസ്സിങ്ങിനെ എത്ര പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്? അവരും ഈ സൊസൈറ്റിയുടെ ഭാഗമല്ലേ? ആരും പറഞ്ഞില്ലല്ലോ. അപ്പൊ സൊസൈറ്റിക്ക് ഒരു കണ്ടീഷനിങ് ഉണ്ട്, സോഷ്യൽ കണ്ടീഷനിങ്. ഇതിന് ആപ്റ്റായി പോകുന്ന ആൾക്കാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അതായത് മഡോണ വോർ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്. അതിനകത്ത് സ്ത്രീകൾ 2 തരത്തിലാണ് സ്ത്രീകളെ തന്നെ സൊസൈറ്റി ചിത്രീകരിക്കുന്നത്. ഒന്ന് വോറായിട്ടും ഒന്ന് മഡോണയായിട്ടും. അതായത് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാൻ, സ്നേഹിക്കാൻ, പരിപാലിക്കാൻ, കല്യാണം കഴിക്കാൻ ഉള്ള രീതിയിൽ, ഒരാളെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം. അപ്പം ആ രീതിയിൽ സ്ത്രീകളെ തന്നെ 2 തട്ടിൽ പല തട്ടിൽ കാണുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തന്നെ ഇവിടെ നീതി കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അനുമോൾക്ക് നീതി കിട്ടുന്ന അതേപോലെ തന്നെ ജാസ്മിനും മസ്താനിക്കും നീതി കിട്ടണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ പൊതുവെ നമ്മുടെ ദിൽഷ ഇപ്പൊ നമുക്ക് ഈ ഒരു 7 സീസണിൽ ഉള്ളപ്പോഴത്തേന് ആകെ 2 സീസണിലാണ് നമുക്കൊരു ഫീമെയിൽ വിന്നർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ദിൽഷ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ദിൽഷ ജയിച്ചപ്പോ എല്ലാരും പറഞ്ഞു റോബിന്റെ ഫാൻസാണ് ജയിപ്പിച്ചത്, അല്ലാണ്ട് ആ കുട്ടിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഇപ്പൊ അനുമോള് ജയിച്ചപ്പോ പറയുന്നു PR ആണ് ജയിച്ചത്, പിന്നെ കൂടോത്രം കൊണ്ട് പോലും ജയിച്ചു എന്ന് പറയാൻ ആൾക്കാർ പറയുന്നുണ്ട്. അനുമോൾക്ക് കൂടോത്രം പോലും പറയുന്നുണ്ട്. സോ ഇത് വേറൊരു ഇതിൽ ആലോചിക്കുമ്പോഴേ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സമൂഹത്തിന്റെ ചിന്ത, സമൂഹം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഈ സോഷ്യൽ മീഡിയനെ വെച്ചുകൊണ്ടാണ് സമൂഹം എങ്ങനെയാണ് എന്നും വിലയിരുത്താൻ വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് ഒരു മൊബൈൽ ഫോൺ ഉള്ളവനൊക്കെ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരാണ്. മനസ്സിലായിട്ടോ? ഈ മൊബൈൽ ഫോണും വെച്ച് ഓരോരുത്തർ പിന്നാലെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതമേ കണ്ടന്റ് ക്രിയേഷൻ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ ലൈഫ്. അപ്പൊ ഇതാണ് എല്ലാ സമൂഹവും എന്നും നമ്മൾ അടച്ചാക്ഷേപിക്കാനും പാടില്ല. കാരണം ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഇതിനോടൊക്കെ വളരെ നല്ല രീതിയിലുള്ള നിലപാടുള്ള പല ആൾക്കാരും ഉണ്ട്. ഈ നെഗറ്റിവിറ്റി മാത്രമല്ല പബ്ലിഷ് ചെയ്യുന്ന, അതിൽ പല ആൾക്കാരും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരിൽ പോലും ഫേക്ക് ഐഡികളുള്ള എത്രയോ ആൾക്കാരുണ്ട്. സ്വന്തം തല പോലും വെക്കാത്ത, സ്വന്തം ഒരു പിക്ചർ പോലും വെക്കാത്ത എത്രയോ ആൾക്കാർ. ഞാൻ പലപ്പോഴും എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കുന്നതാണ് കമന്റ്സ്. അതിൽ പല ആൾക്കാർക്കും സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ ഇവരാണ് സമൂഹം എന്ന് നമുക്ക് ചെയ്യത്തില്ലല്ലോ ചേട്ടാ. ഐഡന്റിറ്റിയോ സ്വന്തമായിട്ട് ഇൻഡിവിജ്വാലിറ്റിയോ സ്വന്തമായിട്ട് പേഴ്സണാലിറ്റി ഉള്ളവരൊന്നും അവരൊന്നും ചെയ്യത്തില്ല. ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് നല്ല ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ കമന്റ് ഇടാനിരിക്കും. അനുമോളെ കുറിച്ച് എല്ലാവരും ഈ പറഞ്ഞ കുറെ നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കണ്ടതും പുറത്ത് കണ്ടതും എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ഈ 100 ദിവസങ്ങളിൽ അവിടെ അത്രയും ചലനം ഉണ്ടാക്കി, അത് കോണ്ടന്റ് ഗെയിം കളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ കോണ്ടന്റ് കൊടുക്കാൻ കഴിഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല. ലാസ്റ്റ് വീക്കില് ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ റീ എൻട്രി നടന്നു ഞങ്ങളെല്ലാം കൂടെ പോയ സമയത്തുള്ള വീക്കില് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അതുവരെ വെറുതെ ഇങ്ങനെ ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നവര് പോലും അന്ന് ഒരു പക്ഷേ ഫോൺ എടുത്ത് അനുമോൾ വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന തരത്തിലേക്കായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. ഓരോരുത്തർ ബിൻസി, ശൈത്യ, ആദില, അത് കഴിഞ്ഞ അവസാനം അക്ബർ. കാരണം ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇമേജ് പൂർണ്ണമായിട്ടും കളഞ്ഞായിരുന്നു. അവര് തന്നെ സ്വയം അവരെ അങ്ങോട്ട് എന്താ പറയാ ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ. പിന്നെ ഇതെല്ലാം ഈ ആക്രമണങ്ങളെല്ലാം അവൾക്ക് വോട്ടായി മാറും എന്ന് സഹ കണ്ടസ്റ്റൻസ്, അതായത് ഫൈനൽ 5-ൽ നിൽക്കുന്നവർക്ക് മനസ്സിലായി. ഞാൻ ഷാനവാസിന്റെ അടുത്ത് അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഷാനവാസ് ഇത് നിങ്ങൾക്ക് വോട്ടായിട്ട് അനുമോൾക്ക് വോട്ടായിട്ട് മാറുകയുള്ളൂ, നിങ്ങൾ അതിനെ എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുത്തില്ല എങ്കിൽ അത് ബാധിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ, നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു.
ഈ പറയുന്ന അനീഷ് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവിടെ അനുമോളിരുന്ന് കരയുന്നു, ജിഷിനെ ആശ്വസിപ്പിക്കുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു. അപ്പൊ ഇവിടെ അനീഷിന്റെ നടത്ത അവിടെ അപ്പുറത്ത് ഇപ്പുറം നടക്കുകയാണ്. അതുവരെ അനുമോളോട് വളരെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ അനീഷും അനുമോളുമായിട്ട് മത്സരിക്കുന്ന അനീഷും, അതായത് ഫൈനൽ റൗണ്ടിലേക്ക് എത്തുന്ന അനീഷും ഈ സംഭവം ഒന്നും നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. അപ്പൊ അവിടെ അയാളുടെ ബ്രില്യൻസ് എവിടെ പോയി? അയാൾ ആദ്യത്തെ ആഴ്ചയിൽ കാണിച്ച ആ ബ്രില്യൻസ് ഒന്നുമില്ല, അവിടെ എല്ലാം പോയി. അപ്പൊ നമ്മളിപ്പോ അനീഷിനായിരുന്നു കിട്ടേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഫൈനൽ ലാപ്പിലാണ് ഇതിന്റെ റിസൾട്ട് വിധി എഴുതുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഫസ്റ്റ് പിക്കിൽ അനീഷ് ബഹളം വെച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടിയത് ഞാൻ ഔട്ടായി. അതാണ് സംഭവിച്ചത്. അനുമോളെ ഔട്ടാക്കാനായിട്ടുള്ള ശ്രമം അനീഷിന്റെ ഭാഗത്ത് നിന്ന് അവസാന ആഴ്ചയിൽ ഉണ്ടായില്ല. അനീഷിനെ ഒരുപക്ഷെ അനുമോളോട് സ്നേഹം കൊണ്ടുണ്ട് അവള് കപ്പ് കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആകാശത്തോട്ട് അനീഷ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകരോട് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അഭിപ്രായം പറയുന്ന പോലെ ഞങ്ങൾക്കും ഉണ്ട് അഭിപ്രായം പറയാൻ. ഇതിന്റെ അടിയിൽ വന്നിട്ട് ഞങ്ങളെ കൊല വിളിച്ചോണ്ടോ ഞങ്ങളെ ചീത്ത വിളിച്ചോണ്ടോ, അതായത് നമ്മളൊന്നും, ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇതില് ഇത്തരം കമന്റ്സുകളോടും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളോടും ഒക്കെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് എപ്പോഴാന്ന് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമമാണ് തെറ്റ് ചെയ്യാതെ കേൾക്കുന്നത്. ഞാനും സാഗറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ഇത് പച്ചയ്ക്ക് ഞാൻ തുറന്നു പറയാണ്. അപ്പോ ജനങ്ങൾക്ക് അവരുടെ സങ്കല്പത്തിനും കാൽപ്പനികതയ്ക്കും അനുസരിച്ച് ഒരാളെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം. ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പണ്ടൊക്കെ ഞാൻ ഇതിനൊക്കെ മറുപടി എടാ വൃത്തികെട്ടവനെന്നൊക്കെ പറഞ്ഞ് ഞാൻ മറുപടി ആക്കി. ഈ വെറുതെ നമ്മുടെ പ്രഷർ കയറുന്നു, നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിച്ച് ഞാനതല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കേണ്ട കാര്യം? മേലെ 2 കണ്ണുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഒരൊറ്റ പേടി മാത്രമേ എനിക്കുള്ളൂ. നെക്സ്റ്റ് ടൈം എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ മേക്കേഴ്സ് തന്നെ 100% അതോറിറ്റി വോട്ടിന് കൊടുക്കുന്നതിനെക്കാട്ടും ഒരു സ്പ്ലിറ്റ് വരുത്തണം. മെറിറ്റ് ബേസിസിൽ ഒരു കുറച്ച് പോയിന്റ് ആൻഡ് ദെൻ വെയിറ്റേജ് അവർക്ക് തീരുമാനിക്കാം. മെറിറ്റ് ബേസിൽ കുറച്ച് പോയിന്റ്സ് വൈസ് ഒരു 50% വോട്ട് 50% മെറിറ്റ്. ഇതൊക്കെ നല്ല രീതിയിൽ ഷോ ചെയ്യണമെങ്കിലുള്ള കാര്യമല്ലേ ഉള്ളൂ. നടക്കട്ടെ, എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ബ്രേവ് മാൻ, നിങ്ങൾക്ക് ഒരു ബിഗ് ബോസിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസിൽ വളരെ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. വെരി ബ്രേവ് മാൻ. കാണും അതൊക്കെ ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് അവിടെ പോകുന്നതെങ്കിൽ പേര് അഭിഷേക് അവിടെ പോകണമെന്നില്ല. മിക്കവാറും ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരാം. കാര്യങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസിലോട്ട് പോകുന്നെങ്കിൽ ആദ്യം നമ്മള് സ്റ്റെപ്പ് ഡോർ ഇങ്ങനെ തുറന്നു കഴിയുമ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമല്ലോ. ആരുടെ പട്ടി ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ കുറച്ച് ദിവസം ഉണ്ടാവും. മനോഹരമായിരിക്കുന്നു ഇത്. ഒരിക്കലുമില്ല. ഞാൻ ബിഗ് ബോസിൽ പോകുമോന്നാണ് എനിക്ക് സംശയം. പോയി കഴിഞ്ഞാൽ ജയിക്കുമോ എന്നൊരു സംശയമില്ല. അകത്തേക്ക് കയറാൻ എനിക്ക് പാട്. ഒരു സംശയം എനിക്ക് നിങ്ങളോട് 3 പേരോട് ചോദിക്കാണ്ട്, നിങ്ങൾ ബിഗ് ബോസിൽ പോയതിൽ ഖേദിക്കുന്നുണ്ടോ അതോ അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് ചിന്തിക്കുന്നോ? നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, അത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരു റീ എൻട്രി, അതായത് ബിഗ് ബോസിന് മറ്റേ അൾട്ടിമേറ്റ് ഉണ്ടാവല്ലോ, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ 3 പേരും പോകുമോ ഇനി ബിഗ് ബോസ്? ഓരോരുത്തരോട് ചോദിക്കാം. ഞാൻ ഖേദിക്കുന്നില്ല. എനിക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം എന്റെ ഒരു സോങ് ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങി. അതെനിക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. ആ ഷോയിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോയിൽ തന്നെ അത് പബ്ലിഷ് ആയി. ലാലേട്ടൻ അതിന് 5 മിനിറ്റ്സ് എന്റെ സോങ് കേട്ട് സ്റ്റേജിൽ നിന്നു. അപ്പൊ എനിക്ക് അത് വലിയൊരു കാര്യം, എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് ചുരുങ്ങിയ സമയമാണെങ്കിലും അത് വളരെ, ഇപ്പൊ നമ്മള് പൂച്ചയുടെ ജന്മം 4 കാലിലെ വീഴുള്ളൂന്ന്. അപ്പൊ ആ വീണതാണെങ്കിൽ പോലും എനിക്ക് എന്താ പറയാ, അവിടുന്ന് ഒരു നല്ലൊരു അനുഗ്രഹം ദൈവം തന്നുകൊണ്ടാണ് വീഴ്ത്തിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇനി ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോകുമോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഉണ്ടായ ഒരു ആർട്ടിസ്റ്റ് അല്ല. ഞാനൊരു 40 വർഷമായിട്ട് സംഗീത രംഗത്തും ഒരു 10-15 വർഷമായിട്ട് അഭിനയ രംഗത്തുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോകാനുള്ള എൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല്, ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്കൊക്കെയും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവസരങ്ങൾ ഒക്കെ ഉണ്ടാവുമെങ്കിൽ കൂടിയും എല്ലാ ജനങ്ങളിലേക്കും എത്തുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിന് നമ്മൾ വേദികൾ അന്വേഷിച്ചിരിക്കും. അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ 3.5 കോടി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഷോ, ഇത്രയും ഒരു ഷോയിലൂടെ ഈ കണ്ട ജനങ്ങളിലേക്കൊക്കെ എനിക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം ബിഗ് ബോസിലേക്ക് ചെല്ലാൻ. അത് നടന്നു. അത് നടന്നു.
എല്ലാരും വന്ന് സെൽഫി എടുക്കാറുണ്ട്. പക്ഷെ സെൽഫി എടുത്തത് കൊണ്ട് എന്റെ ബാങ്കിൽ പൈസ വരില്ല. അല്ല, അതിനുശേഷം കിട്ടുന്ന അവസരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് അവിടെയാണ് പ്രശ്നം. ഉണ്ടോ? അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ ലക്ഷ്മിപ്രിയ അടക്കമുള്ള വലിയ ഒരുപാട്, ഇപ്പൊ മഞ്ജു പത്രോസ് ആണെങ്കിലും ഒക്കെ അവരുടെ കാലിബർ അനുസരിച്ചിട്ടുള്ള ഒരു മുൻ എന്താ പറയാ ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം, അവരെ കുറിച്ച് ഞാൻ വിടുന്നു. എന്റെ കാര്യം ഞാൻ പറയാം. ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് ഞാൻ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു 10 പരിപാടിയെങ്കിലും ഒരു മാസം ചെയ്ത് ജീവിച്ചായിരുന്നു. എന്റെ ഉപജീവന മാർഗം അതായിരുന്നു. ബിഗ് ബോസിന് മുൻപ് പ്രോഗ്രാമുകൾ ഇല്ലാതായി, സീരിയലുകൾ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടായി. ഞാനൊരു 2 വർഷത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായി പോയായിരുന്നു. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഞാൻ പോയായിരുന്നു. ഇത് ഒരു പക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ റിവീൽ ചെയ്യുന്നുണ്ടാവുക. ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ഞാൻ എല്ലാവരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, കൂടെ ആരൊക്കെ ഇല്ല എന്നുള്ള. ഇപ്പൊ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് പോലും ജീവിതത്തിൽ പലപ്പോഴും പറ്റിച്ചു പോകുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. വേറെ കാര്യം, അത് പോട്ടെ, അത് നമ്മുടെ ബുദ്ധിയില്ലായ്മ. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അപ്പൊ ഞാൻ എന്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിന് എന്നെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ പല ആൾക്കാരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, മനീഷ ഇപ്പൊ നിങ്ങള് ഒരു ബ്രാൻഡഡ് ആണല്ലോ, അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോ നിങ്ങൾക്കൊരു വലിയ തുക തരേണ്ടി വരും എന്നുള്ളൊരു. എന്നാ ഇവർക്ക് എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ പോരെ, എടേ നിനക്ക് 5000 ഞാൻ പറയില്ലേ, അവരങ്ങ് തീരുമാനിക്കുവാണ് ഇവർക്ക് ഇത്ര രൂപ കൊടുത്താലേ, അതാണ് ഇത്ര കൊടുത്താലേ നമ്മളെ വിളിക്കുള്ളൂ എന്ന്. അതൊരു കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈഗോ, അതായത് നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പല ആൾക്കാരെയും അവരെക്കാളും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അവരുടെ കൂടെ നിൽക്കുമ്പോ നമ്മളെയാണ് ആൾക്കാർ ബിഗ് ബോസ്, അതൊരു ഈഗോ, അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യസന്ധമായിട്ട് പറയട്ടെ, ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ബിഗ് ബോസിലെ എൻട്രീനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങള് സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകണ്ട. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിനോട് എല്ലാ അർത്ഥത്തിലുള്ള ബഹുമാനവും എല്ലാം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാല് മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അറിഞ്ഞുകൂടാത്ത പല ആൾക്കാരും, ഇപ്പൊ പാട്ടുകാരിയാണെന്ന് പല ആൾക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ തട്ടിമുട്ടിയിലും ഒക്കെ ഞാൻ അഭിനയിക്കാൻ വരുന്ന സമയത്ത് പല ആൾക്കാർക്കും ഞാൻ പാട്ടുകാരിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പാട്ടുകാരിയാണ് എന്നുകൂടി അറിയിച്ച ഒരു ഷോ ആണ് ബിഗ് ബോസ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും കൂടി അതിനൊരു സൈഡ് ഉണ്ട്, ആ ഒരു സൈഡും കൂടെ ഉണ്ട്. റീ എൻട്രിയില് ഇനിയിപ്പോ നശിക്കാനൊന്നും ഇല്ലല്ലോ. നല്ല പേയ്മെന്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ റീഎൻട്രി ചെയ്യാം. ഇനി PR സീക്രട്ടായി വെക്കുമല്ലേ, കോൺഫിഡൻഷ്യൽ PR. നമ്മുടെ ലാലയുടെ ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. അതെ അതെ അതെ. ഖേദിക്കുന്നുണ്ടോന്നുള്ള ആദ്യം ചോദ്യം. ഒട്ടും ഖേദിക്കുന്നില്ല, കാരണം ഞാൻ ആഗ്രഹിച്ച് തന്നെയാണ് പോയത്. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ചില്ലി ചിക്കൻ വാങ്ങിച്ചു കഴിച്ചിട്ട് അത് കൊള്ളത്തില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഇഷ്ടത്തോടെ കഴിച്ച സാധനമാണ്. അതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ, അനുഗ്രഹീത നടനെ ഞാൻ മുമ്പൊരിക്കലും ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റിന്റെ ക്രൂ അദ്ദേഹത്തിന് ഒരു ബൈറ്റ് എടുക്കാൻ പോകുന്നായിരുന്നു. സിനിമയുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് ഔട്ട്ഡോർ ആണ്, ഷൂട്ടിംഗ് വണ്ടി തന്നെ പോയത്. ഞാനും പോയപ്പോൾ എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നെ കാണിച്ചു കൊടുത്തു, ഇത് മുൻഷി രഞ്ജിത്ത്, അദ്ദേഹം ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ഇയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹൻലാൽ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ കാക്ക നോക്കുന്നല്ലോ നോക്കിയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഞാനത് ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം എന്നെ നോക്കിയില്ല. പക്ഷേ മമ്മൂട്ടി സാറിനെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് കുറേ നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇവനെ മോഹൻലാൽ ഇവനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചിരിച്ച് കളഞ്ഞതേ ഉള്ളൂ, കാരണം നമ്മളൊന്നും ആയില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കുറേ കാലമായി അഭിനയ മോഹിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. പക്ഷേ സിനിമയിലൊന്നും കാര്യമായിട്ട് എത്തിപ്പെട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, ക്ഷമയോടെ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ഇടവന്നു, അദ്ദേഹം എന്നെ പേര് വിളിച്ച് സംസാരിക്കാനുള്ള അവസരം വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അന്ന് പോയ സിനിമയുടെ പേരെന്താന്ന്, ആ ലൊക്കേഷനിൽ സിനിമയുടെ പേര് ഒരു നാൾ വരും. അപ്പൊ ഞാൻ കാത്തിരിക്കുന്നത് ആ ഒരു നാൾ വരും എന്നുള്ള, ആ ഒരു നാൾ എനിക്ക് കിട്ടി. ഞാൻ അവിടെ
ഞാൻ അവിടെ ഒരു വൈറലാവും. എന്റെ ഒരു രണ്ടുപേരി ഞാനൊരു പരാതി ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി കിട്ടിയ 2 ടാസ്ക് ആദ്യത്തെ ആഴ്ചയിൽ 2 ഉള്ളൂ. ഒന്ന് പേരിടാനും ഒന്ന് കത്തെഴുതാനുമായിരുന്നു. കത്തെഴുതിയത് അത് ഭയങ്കര വലിപ്പത്തിൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ അത് ലാലേട്ടനോട് പറയാനും മാത്രം എനിക്കൊരു പരാതി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ഡയലോഗ് പറഞ്ഞ പോലെ ആയിപ്പോയി. എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതികളൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ണാക്ക് ആരും മൈൻഡ് ചെയ്യത്തില്ല. എന്റെ ശബ്ദവും കൊള്ളത്തില്ല, എന്റെ മോട്ടിവേഷനും കൊള്ളത്തില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് സീസൺ 7 ഒരു സിഗ്നേച്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും ഖേദവും ഇല്ല. അൾട്ടിമേറ്റ് വിളിച്ചാൽ പോവുകയും ചെയ്യും. അടിപൊളി. എന്ത് വ്യത്യാസം വരുത്തും? വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ PR ഒന്നും എനിക്കില്ല. എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്, അതിനകത്തുള്ളത് മതി. ഞാൻ ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് ഒരു പ്യൂണിന്റെ 500 രൂപ കൊടുത്ത് വെച്ചിട്ട് ഒരു കാര്യം സാധിക്കാമെന്ന് ലൈഫിൽ ചിന്തിച്ചിട്ടില്ലാത്ത ആളാണ്. അങ്ങനെ കൊടുക്കുകയില്ല. അങ്ങനെ കിട്ടുന്ന സാധനം എനിക്ക് വേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത സീസണിൽ ഒരു PR ചെയ്യാത്ത ഒരാൾ ജയിക്കണം എന്നാണ്. അത് സമ്മതിക്കത്തില്ല. അത് ബിഗ് ബോസ് നടത്തുന്നവർ സമ്മതിക്കത്തില്ല. ഇല്ല, നമുക്ക് അറിയാൻ പറ്റുന്ന അങ്ങനെയാണെങ്കിൽ ഈ PR-ന്റെ ബേസിക് ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ഇല്ലാത്ത ഒരു സെക്ഷൻ ഇപ്പൊ ഇല്ല, ഒരു സെക്ടറും ഇല്ല. ഒരു ഹോസ്പിറ്റൽ എടുത്താൽ നമുക്ക് അതിന് PR ഉണ്ട്, ഒരു ആക്ടർ എടുത്താൽ ഒരു PR ഉണ്ട്, ബോളിവുഡിലൊക്കെ ആണ് ഇലക്ഷൻ PR എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ബിഗ് ബോസിലോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനോട് 5 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സ് എന്റെ ക്ലാസ്മേറ്റ്സിനോട് ഞാൻ പറയാണ്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയില്ല, എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഇത്ര ഫോളോവേഴ്സേ ഉള്ളൂ. സോ ഞാൻ അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേനും എടാ എല്ലാ ദിവസവും എന്റെ ലൈവ് കുറച്ച് നല്ല തഗ് സാധനങ്ങൾ നീ എടുത്ത് ഒന്ന് പബ്ലിഷ് ചെയ്യണം, ഇതും PR ആണ്. ഓക്കെ, പക്ഷെ ഇത് ഏത് ലെവലിൽ ചെയ്യണം എന്നുള്ളത് ഒരു പക്ഷേ ഞാൻ പുറത്തൊരു ഏജൻസിയോട് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ അവർക്ക് പേ ചെയ്യണം. അവർ ചുമ്മാ ഇതാരും ഒരാളെ പബ്ലിഷ് ചെയ്യത്തില്ല. ഇതാണ് ബേസിക്കലി PR എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, പക്ഷെ ഒരു കാര്യം പറയാം, ഈ പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, റീച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ PR എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകണം. അതായത് PR-കാർ തീരുമാനിക്കും ഈ പറയുന്ന കണ്ടസ്റ്റന്റിനെ എങ്ങനെ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്ന്. ഇപ്പൊ ബിഗ് ബോസ് മാറ്റി ബാക്കിയുള്ള ഇപ്പൊ ആക്ടേഴ്സിനെ ഒക്കെ ചോദിക്കാൻ, ഒരു ആക്ടറിനെ ഞാൻ കേട്ട കാര്യം പറയുന്നത്, ഇപ്പൊ ബോളിവുഡിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ആക്ട്രസിനോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് റീച്ച് കിട്ടേണ്ടത്, ഏത് രീതിയിലാണ്, നിങ്ങൾക്ക് ഭയങ്കര ഫണ്ണി ക്യൂട്ട് ആയിട്ടുള്ള ആളാണോ, അതോ ഹോട്ട് ബോൾഡ് ആയിട്ടുള്ള പെണ്ണാണോ, അതിനനുസരിച്ചുള്ള അറ്റയർ, അതിനനുസരിച്ചുള്ള ഇവന്റിൽ ഇവരെ കൊണ്ടുപോയി അതിനനുസരിച്ചുള്ള കോണ്ടന്റ് ചെയ്ത് വൈറലാക്കി അങ്ങനത്തെ ഒരു അവർക്ക് വേണ്ടതായ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ. ശരിയാണ്, ശരി. അല്ല, ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും വേണ്ട. ഇപ്പോ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നു, അതെ, എന്നെ ഒരു പ്രോഗ്രാമിന് ഒരാള് സജസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചോ, ഒരു ആള്, ഇവരാദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ, അവരുടെ ഇൻസ്റ്റ ID എന്താണ്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ അതിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. മനസ്സിലായോ? ഇവൻ ഇലക്ഷന് പോലും കാൻഡിഡേറ്റ്സിനെ നിർത്തുമ്പോൾ എത്രത്തോളം ആ ഒരു പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. പല ഇൻഫ്ലുവൻസേഴ്സ് നിൽക്കുന്നുണ്ട് ഒരുപാട്. എന്താ ഞാൻ പേടിച്ചിട്ട് പോവാഞ്ഞ, അതായത് ഇലക്ഷന് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിൽ ഇലക്ഷന് നമുക്ക് ക്ഷണം കിട്ടും, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 8 നിലയിൽ പൊട്ടുന്ന ഞാൻ പോയില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഫ്രണ്ട് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഇലക്ഷന് നിൽക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത കുട്ടി ഇപ്പൊ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അനുസരിച്ചിട്ട് എനിക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടും, എന്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്റെ ആ കുട്ടിയുടെ കൂടെ ഞങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് തരുമോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇതാക്കുന്നത് എന്ന് ഇട്ട് തരുമോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭയങ്കര സീനാണ് കയറി കിട്ടാൻ, നിന്റെയൊക്കെ ഫ്രണ്ടാണെന്ന് കൊണ്ട് ഇച്ചിരി പോപ്പുലാരിറ്റി കിട്ടുകയാണെങ്കിൽ എനിക്ക് അത് നല്ലതാണ്, ബെനിഫിറ്റ് ആവുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മള് എല്ലാത്തിനും ഈ ഒരു അത് അതിലുപരി റീച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് മേഖലകളുടെയും ഒരു അടിസ്ഥാനം ഇപ്പൊ ഫോളോവേഴ്സ് തന്നെയാണ്. സെൽഫ് മാർക്കറ്റിംഗ് അതൊരു ബേസിക് ആയിട്ടുള്ള നോട്ടം മാത്രമേ ഉള്ളൂ. അത് ശരിക്കും അത് റിസൾട്ട് ആവില്ല. അത് റിസൾട്ട് ഒന്നും ആവണ്ട. ഇപ്പൊ ഗാനമേളക്ക് ഞാനൊരു സിംഗർ ആണല്ലോ, ഗാനമേളയ്ക്ക് ഒരു കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു തമിഴ് മെയിൽ സിംഗറിനെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊരു അടിപൊളി ഒരു മെയിൽ സിംഗറിനെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഗംഭീരമായിട്ട് പാടുന്നു, പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, അവൻ ഡാൻസ് കളിക്കും. അപ്പൊ ഞാൻ ചോദിച്ചേ, നിങ്ങൾ ഡാൻസ് പരിപാടിയാണോ അതോ ഗാനമേളയാണോ? അപ്പൊ അവര് പറയുന്നത് പാട്ട് നന്നാവണ്ട, കാട്ടിക്കൂട്ടലുകൾ മാത്രമായി മാറി, പാട്ട് കാണാനുള്ളതാണെന്നുള്ള തരത്തിലേക്ക് മാറി. അത് മാറി.
അതായത് ഡാൻസ് ചെയ്ത് കളിക്കാനുള്ള ആൾക്കാർക്ക്. അതുപോലെ 51 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളൊരു വിചാരം ഗായിക മരിച്ചു എന്നാണ്. ജാനകിയമ്മ സുശീലാമ്മയൊക്കെ 35 വയസ്സിന് ശേഷമാണ് അവർ അത്രയും ഇതായിട്ട് വന്നത്. ഇതൊക്കെ ഒരു മാനദണ്ഡമാണ്. പ്രോഗ്രാമിന് വിളിക്കുന്ന ആൾക്കാർ വയസ്സടക്കം ചോദിക്കാറുണ്ട്, എത്ര വയസ്സായെന്ന്. നമ്മൾ നന്നായിട്ട് പാടുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിഷയം. അപ്പൊ മൊത്തത്തില് എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. ഇതിനകത്തുനിന്ന് എങ്ങനെ പൊടി തട്ടി മുന്നോട്ട് വരിക എന്നുള്ളത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചും ഓരോ ടാസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഈ പറഞ്ഞതുപോലെ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പുറത്തുള്ളവരെ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ട്. അതുകൊണ്ടാണ് ഈ പക്ഷെ നല്ല ടാലന്റ് ഉള്ളവരൊന്നും ഇപ്പൊ മുമ്പോട്ട് വരുന്നില്ല. ക്രിഞ്ചുകളാണ് മുമ്പോട്ട് വരുന്നത്. അതെന്താ അറിയോ, നല്ല ടാലന്റ് കാണിച്ചിട്ട് വരാതിരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ക്രിഞ്ച് കാണിച്ച് തുടങ്ങുന്നുണ്ട്. കാര്യം അതേ പോകുന്നുള്ളൂ. അത് ആൾക്കാർക്ക് അതാ വേണ്ടത്. അതൊരു വിഷയമാണ്. ഇനി ഫ്യൂച്ചറിൽ ബിഗ് ബോസിൽ പോവാൻ നിൽക്കുന്നവരോട് ഒരു അഡ്വൈസ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? പറയും, കേക്കട്ടെ. അങ്ങനെ പോണ്ടി വന്നാലോ? ഇതിൽ അവസരം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക് അല്ല അല്ലേ? ഇതിൽ അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ലൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ്. ആളുകൾക്കിടയിൽ ഓഡിയൻസിന്റെ എന്താ പറയാ അക്സെപ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവസരം കിട്ടും. അവസരം നേടിയെടുക്കാൻ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പുഷ് ചെയ്ത് പരിശ്രമിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ, എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, കിട്ടിയ അവസരം അത് അവിടെ പോയിട്ടുള്ള നമ്മുടെ നിലനിൽപ്പാണ് പ്രധാനം. നിലനിൽപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത് നമ്മുടെ എന്താ പറയാ കഴിവ് പോലെ ഇരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിലനിൽക്കണം എന്ന് അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് വേണം അവിടെ പോവാൻ. എന്ത് വന്നാലും ഞാൻ ഇവിടെ നിലനിൽക്കുന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ഉറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ അവര് വിചാരിക്കണം. ഞാൻ വിയോജിക്കുന്നു. ഞാൻ വിയോജിക്കുന്നു. എഡിറ്റഡ് ഷോ ആണത്. അതായത് ഞാനൊരു കാര്യം പറയാം. നമുക്ക് സംസാരിക്കാൻ ദൈവം നാവ് തന്നിട്ടുണ്ട്. ഈ നാവ് ഉപയോഗിച്ച് വേണമെങ്കിൽ അതിന് നാവിനൊരു ആയുധമാക്കി അവിടെ നമുക്ക് നിലനിൽക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കണം. അല്ല അങ്ങനെ അല്ല, 5 സ്റ്റാർ തിന്ന് വെറുതെ ഇരിക്കുമെന്ന് പറയുന്ന ഒരു ഐഡിയോളജിനെ ഇത്തവണ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഡു നത്തിങ് ഈറ്റ് 5 സ്റ്റാർ. ആ ഒരു ഐഡിയോളജി കൂടെ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാം. ഇപ്പോഴും ചക്ക വീണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്രിപ്പറേഷന് കൊണ്ടൊന്നും ചെന്ന് നമുക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. ഞാൻ അത് മാറ്റിക്കോളാം. അത് മാറ്റി തരണം. നീ ഇത്ര വട്ടം പറഞ്ഞത് കൊണ്ട് നീ അത് മാറ്റി തരണം. അടുത്ത ഇന്റർവ്യൂവിൽ ഞങ്ങൾ വരും. സീസൺ ബിഗ് ബോസ് പുതിയ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എന്താ അഡ്വൈസ് തരും? അതെ, ക്യാമറ അല്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബിഗ് ബോസ് കൊണ്ട് ജീവിതം ഗംഭീരാക്കാന്ന് വിചാരിക്കരുത്. നന്നാവാം, മോശമാവാം, രണ്ടും അക്സെപ്റ്റ് ചെയ്തിട്ട് ബിഗ് ബോസിലേക്ക് പോവാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിലപ്പുറത്തേക്ക് നീ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം ഇങ്ങനെ അതൊന്നും നടക്കില്ല മോനെ. അവിടെ ചെന്നിട്ട് നിനക്ക് എന്താണോ തോന്നുന്നത്, നിനക്ക് നിന്റെ മനസ്സിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ക്വാളിറ്റി നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാക്കണം. മനസ്സിലാക്കണം. ബേസിക് സ്വഭാവം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോയാലും ബേസിക് സ്വഭാവം ഒരു പരിധി കഴിയുമ്പോൾ പുറത്തു വരും. അപ്പോ അവിടെ ബേസിക് ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതെന്തായാലും പുറത്തേക്ക് വരും. അപ്പൊ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. രണ്ടും അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുക. എനിക്കൊക്കെ പറ്റിപ്പോയത് എന്താന്ന് വെച്ചാല്, ഇതിന്റെ ഇത്രയും വലിയൊരു ട്രോമയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സാമ്പത്തികമായുള്ള നേട്ടം, സാമ്പത്തികമായി വളരെ പ്രശ്നം. ജോലി ഇല്ലാണ്ടാവുമ്പോ പിന്നെ ഇഷ്ടം പോലെ. അല്ല, ഞാൻ പറയുന്നത് ബിഗ് ബോസിൽ പോയത് കൊണ്ട് സാമ്പത്തികമായി 36 ദിവസം കഴിയുമ്പോഴേക്കും പുറത്തു വന്നല്ലോ. കുറെ നാള് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ കിട്ടിയതുകൊണ്ട് എന്തായി. ഇനി ഞാൻ പറയട്ടെ, ഈ ഒരു ചൊല്ലുണ്ട്, ഓട്ടുപാത്രത്തിനെ പോലെ ശബ്ദം സ്വർണ്ണപാത്രം ഉണ്ടാക്കില്ല. ഫാക്റ്റാണത്. ഇവിടെ നമ്മൾ സ്വർണ്ണപാത്രം ആവണ്ട, ഓട്ടുപാത്രം ആയാൽ മതി. ശബ്ദം ഉണ്ടാക്കണം. മൈൻഡ് ഗെയിം എന്ന് പറയും, പ്യൂർലി അത് മൗത്ത് ഗെയിം ആണ്. നിങ്ങൾ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യമാണ് എനിക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയുക.
അതാണ് വേണ്ടത്. കേട്ടല്ലോ? അതിന് സ്പേസ് ഉണ്ടാക്കണം. നമുക്ക് ചിലപ്പോൾ സ്പേസ് കിട്ടണമെന്നില്ല, കാരണം നമ്മളെക്കാൾ ശബ്ദമുള്ളവർ അവിടെ കാണും, ചിലപ്പോൾ നമുക്ക് സ്പേസ് കിട്ടത്തില്ല. അപ്പൊ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് അതിനുള്ള ബ്രില്യൻസ് നമ്മൾ കാണിക്കണം. അത് പറയേണ്ടത് ഇപ്പൊ പറയുന്നത് നീ നിന്റെ സ്വന്തം പോയി പറയണം, നീ നിന്റെ വീട്ടിൽ പോയി പറയണം എന്നുള്ളതാണ്. അതല്ല അവിടെ പറയുന്നത്. ഈ പറഞ്ഞ ഒരു വിഷയം വന്നപ്പോ അതിനെ നമ്മള് വിശകലനം ചെയ്ത് സംസാരിക്കണം. അതിന്റെ പോയിന്റുകൾ കണ്ടെടുത്ത് സൂചിപ്പിക്കാൻ എന്നുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവണം. അത് അപ്പൊ തന്നെ വേണമെന്നില്ല, പിന്നാലും മതി. പിന്നെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്കൊരു അവസരം കിട്ടുന്നത് നമ്മൾ മറക്കരുത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം പല ആൾക്കാരും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇല്ലാത്ത കുറ്റങ്ങൾ, ഞാനും കുറ്റം പറഞ്ഞതല്ല, എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ അനുഭവിച്ച ഒരു അവസ്ഥയാണ്. പ്രവണതകളുള്ള ആൾക്കാരുണ്ട്. നമുക്ക് കിട്ടുന്ന എന്തിനോടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ അയ്യോ ബിഗ് ബോസോ അതെന്താ ഷോ എന്ന് പോലും അറിയാത്ത, മേ ബി ബിഗ് ബോസിൽ വന്നിട്ട് അറിയപ്പെട്ട ആൾക്കാരായിരിക്കും. ബിഗ് ബോസോ അതെന്താ സംഭവം, എന്തോ ഭയങ്കര ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്തോ ആട്ടി അകറ്റിരുന്ന അല്ലെങ്കിൽ അവജ്ഞയോട് കൂടിയിട്ട് സംസാരിക്കുന്ന പല ആറ്റിറ്റ്യൂഡും കണ്ടിട്ടുണ്ട്. പല ബിഗ് ബോസിൽ പോവുകയും ചെയ്യും. അതെ, എല്ലാ മേഖലയിലും ഉണ്ടെന്ന് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അവരവരുടെ ലൈഫ് ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്. തെറ്റുകൾ പറ്റാത്ത ആൾക്കാർ ആരും ഇല്ല. എല്ലാ മനുഷ്യരിലും നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഉണ്ട്. പക്ഷെ അവർക്കും ഉണ്ട്. അതെ അതെ തീർച്ചയായും. അപ്പോ നിങ്ങൾ ഇടുന്ന കമന്റ്സും കാര്യങ്ങളൊന്നും വേറൊരാളുടെ പേഴ്സണലി അവരെ ബുദ്ധിമുട്ടിച്ച് അവരൊരു ട്രോമയിലോട്ടും ഈവൻ സൂയിസൈഡിൽ പോലും കൊണ്ടെത്തിക്കുന്ന റിപ്പോർട്ട്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് നമുക്ക് അത്യാവശ്യം നമ്മളൊന്ന് വിചാരിച്ച നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, മറ്റുള്ളവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ വിചാരിച്ച നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പറഞ്ഞാൽ കേൾക്കുന്നവരും നന്നാവുന്നവരുമാണ് ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നന്നായി പോയത്. അല്ല, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എപ്പോഴും വെൽക്കംഡ് ആണ്. പക്ഷെ ഇതിപ്പോ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരാളെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലോട്ട്. നമുക്ക് വളരാൻ അത് സഹായിക്കും. തെറ്റു ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ലല്ലോ ഇതില്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇവനെ സമ്മതിക്കണുണ്ട്. ഇവനാണ് ആക്ച്വലി ആങ്കർ. ഇവനെ കൊണ്ട് സംസാരിക്കാൻ ഒരാള് വിട്ടിട്ടില്ല. ഇത് വേറൊരാള് പറഞ്ഞ പോലെ എനിക്ക് ഒരു മിനിറ്റ് തരുമോ? അതല്ല, ഞാനൊന്ന് പറയട്ടെ. ഇവനിവിടെ കിടന്നിട്ടേ ചേട്ടാ അല്ല അല്ല ഞാൻ ഒരു ഇത് സമ്മതിക്കാൻ മൊത്തം മനുഷ്യ. ഞാനത് ഈശോയെ വെച്ച് ക്ഷമയിരിക്കുന്നു. അതെ അതെ, ഇവിടെ ഉള്ളത് ഇവിടെ വെച്ച് തീർന്നിരിക്കും. നിർത്താനായിട്ട് 15 മിനിറ്റ് ശ്രമിക്കുന്നു, മനുഷ്യ സമ്മതിക്കുന്നില്ല. ഇപ്പൊ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും കറക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ ആക്ച്വലി സ്പേസ് കിട്ടാണ്ട് പോയത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. മനീഷ് ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടാ കൊള്ളാം. ഓക്കെ, നമ്മൾ നിർത്തുന്നതിന് മുന്നേ നമുക്ക് ഓൺ ഗുഡ് നോട്ട് നമുക്ക് ചേച്ചിയുടെ അല്ല ചേച്ചി നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട്, ഒരു അത്യാവശ്യം ഓളം ഉണ്ടാക്കുന്ന നമ്മൾ അങ്ങനെ ഒരു മൂഡിൽ ഇരിക്കുകയാണ്. പാട്ട് ഈ പാട്ട് കേട്ടിട്ട് അടുത്ത സീസൺ മൊത്തം ചേച്ചിക്കാണ് പ്രോഗ്രാം. ചേച്ചി കമോൺ ചേച്ചി. എന്നിട്ടാണ് എക്സ്പ്രഷൻ വരെ ശമിക്കുന്ന പോലെ പൊങ്ങി പോട്ടെന്നൊക്കെ. യേശുദാസിനെയാണോ ജയചന്ദ്രനെയാണോ വേണം നല്ലൊരു പാട്ട് പാടിയപ്പോ മതി ചേച്ചി, മതി. നല്ല ആണെന്ന് മാത്രം. ദൈവസ്നേഹം പാടിക്കും ചേച്ചി ഇഷ്ടമുള്ള പാടിക്കും. ഇപ്പൊ ചേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് പാടും, നല്ല പാട്ടല്ലേ. എനിക്കിപ്പോ കംഫർട്ടബിൾ ആയിട്ടൊരു പാട്ട്. ചേച്ചി പാടിക്കും, ചേച്ചിയുടെ കംഫർട്ട്. ഒരു സലം തൂങ്ങിരിച്ച് ഓത് കാത്തു അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അത് ഏനോ പുരിയലയേ. ഒരു സലം തൂങ്ങിരിച്ച് ഓത് കാത്തു അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അത് ഏനോ പുരിയലയേ. കുയില് കരുങ്കുയില് മാമ മണക്കുയില് കോലം പോടും പാട്ടാലേ. മയില് ഇളം മയില് മാമ കവിക്കുയില് രാഗം പാടും കേട്ടാലേ. സേതി സുല്ലും പാട്ടാലേ. ഒന്ന് എണ്ണിനാനേ ഉള്ളം വാടി പോനേ കന്നി പൊണ്ണ താനേ ഏ മാമനേ ഏ മാമനേ. കൊത്തയില അക്കമഹ ഉന്നെ നനച്ച് രസിച്ച മഹ കണ്ണ് രണ്ടും മൂടലേ കാലു നേരം കൂടലേ.
അടിപൊളി. കമന്റ് വരുവേ പല്ല് ചേച്ചി പോവാൻ പറ ചേച്ചി. മോന്ത കുറച്ച് ഫോക്കസ് ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ നന്നായി ക്യൂട്ട്നെസ് വാരി പിന്നല്ല അത്രേ ഉള്ളൂ. ഞാൻ ആ കമന്റ് ഇട്ടവന് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ഇത് മീമായിട്ട് വരും കേട്ടോ ഈ സാധനം. വരട്ടെ. അപ്പൊ എന്തായാലും ഞാനിത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് പോയിട്ട്. അലിന്റെ ശബ്ദം ശബ്ദത്തോട് സാദൃശ്യം തോന്നിയിരുന്നു. ആരാ ചേട്ടാ? ജിസ് ജോയ്, അല്ലു അർജുൻ ഡബ് ചെയ്യുന്ന ജിസ് ജോയുടെ ആ, വോയിസ്. ആ, അത് എന്റെ ചില ഇന്റർവ്യൂസിന് താഴെ ഇങ്ങനെ കമന്റ് വരാറ്. ജിസ് ജോയ് ഇതുപോലെ തന്നെ സംസാരിക്കും. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്.